Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. ക്ഷേമ പെൻഷനെ കൈക്കൂലിയെന്ന് വിളിച്ച് അധിക്ഷേപം നടത്തിയതിലൂടെ പാവപ്പെട്ടവരോടുള്ള യുഡിഎഫിന്റെ മനോഭാവമാണ് തുറന്നു കാണിക്കപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലമ്പൂർ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വഴിക്കടവിലും എടക്കരയിലും സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരു 100 രൂപ ഈ ക്ഷേമ പെൻഷനിൽ വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു. 500-600 ആക്കാൻ തീരുമാനിച്ചു. പക്ഷെ ആർക്കും കൊടുക്കേണ്ടി വന്നില്ല. 2016 ഞങ്ങൾ LDF സർക്കാർ അധികാരത്തിലേറി ഞങ്ങൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗം ചേരുമ്പോൾ ഇതിലെത്രയാ കുടിശ്ശിക എന്ന് പരിശോധിച്ചപ്പോൾ 18 മാസത്തെ കുടിശ്ശിക. അപ്പം 500-600 ആക്കിയെങ്കിലും 18 മാസം കുടിശ്ശികയായിരുന്നു. അതിനു മുൻപ് 28 മാസത്തെ കുടിശ്ശികയായിരുന്നു. ഇതാണ് കോൺഗ്രസിനും UDFനും ഈ പാവങ്ങളോടുള്ള സമീപനം. ഏതായാലും 2016 ആ 18 മാസത്തെ കുടിശ്ശിക പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കാൻ LDF സർക്കാർ തീരുമാനിച്ചു. അത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ വർധനവിനെ കുറിച്ച് ആലോചിച്ചു. 600 നിന്ന് ഇപ്പോ 1600 രൂപയായി മാറിയിരിക്കുന്നു. 60 ലക്ഷം പേർക്ക് അത് മുടങ്ങാതെ കൊടുക്കാനാണ് നാം ഒരു കമ്പനി ഉണ്ടാക്കിയത്. ആ കമ്പനി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പയായി കണക്കാക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് നിലപാടെടുത്തു. അങ്ങനെ വന്നപ്പോൾ ആ കമ്പനിയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. അതോടൊപ്പം സാമ്പത്തികമായി ഞെരുക്കുന്നതിനുള്ള വലിയ നടപടികളും സ്വീകരിച്ചു. അങ്ങനെയെല്ലാം വന്നപ്പോൾ ചില മാസങ്ങളിലേത് മുടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായി. പിന്നെ അത് കൃത്യമായി കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടികളെടുത്തു. ഇപ്പോൾ മാസം തോറും കൃത്യമായി ആ പെൻഷൻ കൊടുത്തു വരുന്നു. കുടിശ്ശികയുള്ളത് പൂർണ്ണമായി തീരാനും പോകുന്നു. ഇതിനെയാണ് കൈക്കൂലി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം തയ്യാറായിട്ടുള്ളത്. LDF സർക്കാർ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർത്തു. ഒപ്പം പെൻഷനിൽ വർധനവും കൊണ്ടുവന്നു. പാവപ്പെട്ട ജനങ്ങൾക്ക് മാസം തോറും കൃത്യമായി പെൻഷൻ കൊടുത്തു തീർക്കുന്നതിനെയാണ് UDF കൈക്കൂലിയെന്ന് ആക്ഷേപിക്കുന്നത്. UDF എന്താരോപിച്ചാലും ഇത്തരം ജനക്ഷേമ കാര്യങ്ങളിൽ നിന്ന് LDF സർക്കാർ പിൻവാങ്ങില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി മാറാൻ പോവുകയാണെന്നും പൊതുവിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും കാർഷിക രംഗത്തും വലിയ മുന്നേറ്റങ്ങളാണ് കേരളം കാഴ്ചവെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലൈഫ് മിഷൻ വഴി 4.5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞതായും ബാക്കിയുള്ളവ ഏതാനും മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നേതാക്കളായ A. വിജയരാഘവൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, K. രാജൻ, സ്ഥാനാർത്ഥി M. സ്വരാജ് എന്നിവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര.